അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. റെഡ് ബെൽ യൂസർ കാർസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനോവകൾ ഒരുപാട് നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, ക്രിസ്റ്റകൾ പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ ഫോർച്യൂണറുകൾ ഒരുപാട് കാണിച്ചതുണ്ട്. എന്തായാലും നമ്മളെ തറവാട്ട് കച്ചവടം നമ്മൾ ചെയ്യലുള്ളൂ. അലിയാരെ പേരക്കുട്ടികൾ ടയോട്ടയുടെ വണ്ടികൾ മാത്രമാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് ഒരു കുടുംബത്തിലെ ഒരു തറവാട്ടിലെ 4-5 മക്കളെയാണ് കാണിക്കുന്നത്. കുഞ്ഞാലി ഇവിടെ ഉണ്ട്, മരക്കാർ അവിടെ ഉണ്ട്, അബ്ദുറഹ്മാൻ അപ്പുറത്തുണ്ട്, നബീസു അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്തായാലും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം. അപ്പം എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ കൂടെ പോരുക. എന്തായാലും നമുക്ക് ഫസ്റ്റിലെ വണ്ടിയിലേക്ക് തന്നെ നമുക്ക് പോവാം. സുഹൃത്തുക്കളെ, 2011 വണ്ടി, 2011 ടയോട്ട ഫോർച്യൂണർ. 2011 4x4 മാനുവൽ, അതായത് 4 വീൽ ഡ്രൈവ് മാനുവൽ. മല കയറുക, മണൽ കയറുക, പിന്നെ ചളി കൂടെ പോവുക, പാടത്ത് കൂടെ പോവുക, എയിലുമാണെങ്കിൽ പോവുക. അതിനുള്ള ഗിയറാണല്ലോ ഈ 4 വീൽ ഡ്രൈവ് പറഞ്ഞ സാധനം. 2011 അതായത് ഞാൻ പറഞ്ഞില്ല, ഈ തറവാട്ടിലെ ചെറിയ കുട്ടിയാണിത്, വലിയ കാരണവരാണ്, മൂത്ത കാരണവർ, അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ടയോട്ട ഫോർച്യൂണറിൽ അന്ന് ഇറങ്ങിയ 2009-10 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു കാരണവരാണ് ഇയാൾ. 2011 4x4 മാനുവൽ. നിലവിൽ UK രജിസ്ട്രേഷനിലാണ് ഈ വണ്ടി ഉള്ളത്. ഇത് ഓൾറെഡി മലപ്പുറത്തേക്ക് നമ്മൾ NOC എടുത്തിട്ടുണ്ട്. മലപ്പുറത്തേക്ക് NOC എടുത്ത് ഇവിടെ റീരജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും. അതായത് നാളെ വേണമെങ്കിൽ നാളെ നമുക്ക് എന്ത് ചെയ്യുക, KL 10 ഈ വണ്ടി റീരജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുക. നിലവിൽ ഈ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ്, തേർഡ് ഓണറിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുക. 1,70,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയത്. 1,70,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് ഓൾറെഡി നമ്മൾ ആസ്ക് ചെയ്യുന്ന വില എന്ന് പറയുന്നത് വെറും 8,25,000 രൂപ. 8,25,000 രൂപയ്ക്ക് 2011 4x4 മാനുവൽ വണ്ടി നമുക്ക് എന്ത് ചെയ്യുക, വരുന്ന ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇതിൽ രണ്ടാമത്തെ ടൈപ്പ് 1 ആണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി. അടുത്തത് മരക്കാരാണ് ഇരിക്കുന്നത്. 2012 മോഡൽ. ഇതിൽ ടൈപ്പ് 2 വണ്ടി, ടൈപ്പ് 2 വണ്ടിയാണ്. 2012 മോഡൽ KL 44 രജിസ്ട്രേഷൻ ചെയ്ത ടൈപ്പ് 2 4 സ്പീഡ് ഓട്ടോമാറ്റിക് വണ്ടി. നിലവിൽ ഈ വണ്ടി തേർഡ് ഓണർ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നിലവിൽ കിലോമീറ്റർ ഓടിയത് 1,90,000 കിലോമീറ്ററാണ്. ചണ്ഡീഗഡ് പ്രൈവറ്റ്, ഇത് അതിൻ്റെ ഗ്ലാസ്സിലടക്കം കാണുന്നുണ്ട്. 1/20/2012 9 മാസം വണ്ടി. ഈ വണ്ടി 1,90 നിലവിൽ ഓടിയ കിലോമീറ്ററാണ്. ടൈപ്പ് 2വിൽ നിലവിൽ നല്ല ക്വാളിറ്റി, നീറ്റ് ആൻഡ് ക്വാളിറ്റി. 2012 അപേക്ഷിച്ച് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. എന്തായാലും നമ്മൾ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന വില എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ. 2012 ടൈപ്പ് 2 4 സ്പീഡ് ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 12 ലക്ഷം രൂപ. മാന്യമായിട്ടുള്ളൊരു രീതിയിലുള്ള എന്തെങ്കിലും നെഗോഷ്യബിളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓവറാരും പ്രതീക്ഷിക്കരുത് ഈ വാഹനത്തിലൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ക്വാളിറ്റി വണ്ടി, വില കുറച്ചുള്ള വണ്ടി, ഈ രീതിയിലേ നമ്മൾ കച്ചവടം ചെയ്യുള്ളൂ. നമ്മൾ ആളുകൾക്ക്, നമ്മളുമായിട്ട് ഡീൽ ചെയ്ത ആളുകൾക്കും നമ്മളെ പരിചയമുള്ള ആളുകൾക്കൊക്കെ അറിയാം, നമ്മൾ ഇവിടെ വന്ന ആളുകൾ എന്ത് ചെയ്യൂല, മാക്സിമം മടക്കി വിടാതെ നമ്മൾ ശ്രമിക്കും. വിലയിൽ നമ്മൾ മാക്സിമം മടക്കി വിടാതെ നമ്മൾ എന്തായാലും ശ്രമിക്കും. എന്തായാലും അടുത്ത മൂന്നാമത്തെ ഒരു തലമുറക്കാരനാണ് ഇത്. 2013 മോഡൽ 14 രജിസ്ട്രേഷനിലുള്ള 5 സ്പീഡ് ഓട്ടോമാറ്റിക് വണ്ടി. 2013 മോഡൽ 14 രജിസ്ട്രേഷനിലുള്ള 5 സ്പീഡ് KL 84 മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറയുന്ന RT ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. 13 മോഡൽ 14 രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ വണ്ടി. പ്രോപ്പറായിട്ട് 1,90,000 സർവീസ് ഉണ്ട് ഈ വാഹനത്തിന്. ഇതിനകത്ത് ഇതിൻ്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഇത് ടയോട്ട ഷോറൂമിൽ നിന്ന് തന്നെ ബോണറ്റ് റീപ്ലേസ് ചെയ്തതാണ്. വേറെ പറയത്തക്ക ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സ്കേറ്റിങ്, ബാക്കിൽ സ്കേറ്റിങ്, ഡോറിൽ TRD സ്കേറ്റിങ്, അതുപോലെ നല്ല സൂപ്പർ സീറ്റ് കവറ്, പ്രൊജക്ടർ ലൈറ്റുകൾ, ഹെഡ്ലൈറ്റ് ഓൾറെഡി കമ്പനി പ്രൊജക്ടറാണ് എങ്കിലും ബാക്കിലും പ്രൊജക്ടർ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 13,50,000 രൂപ. 2013-14 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. 13,50,000 രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന വില. എന്തായാലും ആവശ്യക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യക്കാർക്ക് ഒരു 11-12 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻസ് സൗകര്യം കിട്ടും. 11-12 ലക്ഷം രൂപ വരെ ഫിനാൻസ് സൗകര്യം ഈ വാഹനത്തിന് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, വരുന്ന ആളുകൾക്ക് ഒരു ദിവസം ചെക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ എടുത്തിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, ഫോർമാനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, എല്ലാ സംവിധാനവും നമ്മൾ ചെയ്തു കൊടുക്കും. ഇതുപോലെ തന്നെ അടുത്ത് നമ്മളെ ഈ വാഹനത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ കുടുംബ വീട്ടിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് എന്ത്, ഫോർച്യൂണർ പുതിയ മോഡൽ. 2019 മോഡലാണ് ഈ വണ്ടി. ന്യൂ ഷേപ്പ് 2019 2 വീൽ ഓട്ടോമാറ്റിക്.
ഫാൻസി നമ്പർ മലപ്പുറം ജില്ലയിൽ KL 10 BC 6663 ഫാൻസി നമ്പറിൽ ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ. ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം. 2019 അപേക്ഷിച്ച് 1,30,000 കിലോമീറ്റർ. പ്രോപ്പർ അമാന ടയോട്ട ഡെലിവറിയുള്ള പ്രോപ്പർ അമാന ടയോട്ട സർവീസുള്ള ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു മൊഞ്ചത്തി എന്ന് തന്നെ പറയാം. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓൾറെഡി 33 ലക്ഷം രൂപ IDVയിൽ പുതിയ ഇൻഷുറൻസ് ഇപ്പം മിനിഞ്ഞാന്ന് എടുത്തിട്ടുള്ളൂ. അതുപോലെ 5 ടയർ പുത്തൻ, ഏകദേശം ഒരു 80,000 രൂപ വരും 5 ടയർ ഈ വണ്ടിക്ക് ഫോർച്യൂണറിന് ഇടണമെങ്കിൽ. ഇത് ഇട്ടിട്ട് ഒരു 200 കിലോമീറ്റർ ഓടാത്തൊരു വാഹനമാണിത്. ടയർ ഇട്ടിട്ട് ഓടാത്ത വേറെ പറയത്തക്ക മേജർ ക്ലൈമോ, ഒരു ബമ്പർ, ഒരു മഡ് ഗാർഡ്, ഈ 2 സാധനം ഷോറൂമിൽ തന്നെ മാറിയതാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ക്ലൈമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. 2019 അപേക്ഷിച്ച് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ പറയത്തക്ക വിധത്തിലുള്ള ക്ലൈമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇത്. ഇതുപോലെ തന്നെ ഫോർച്യൂണർ പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ 14 വൈറ്റ് കളർ ഉണ്ട്, പിന്നെ 13 4x4 മാനുവൽ ഉണ്ട്. അതുപോലെ 2017 2 വീൽ ഓട്ടോമാറ്റിക് വൈറ്റ് കളർ ഉണ്ട്. ഇതൊക്കെ നമ്മളെ വണ്ടികൾ സ്ഥലപരിമിതിയും പിന്നെ ഓരോ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വെച്ചതാണ്. എന്തായാലും എന്ത് ചെയ്യുക, ഇനി ഫോർച്യൂണറുകളായാലും ഇല്ലെങ്കിൽ നമ്മളെ തറവാട്ടിലെ വണ്ടികൾ ഏതായാലും ടയോട്ടയുടെ വണ്ടി ഇറ്റിയോസ് ആകട്ടെ, അൾട്ടീസ് ആകട്ടെ, ലിവ ആകട്ടെ, ഫോർച്യൂണർ ആവട്ടെ, ക്രിസ്റ്റ ആവട്ടെ, ഏത് വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മൾ 4 നമ്പർ നമ്മളെ കാറ്റലോഗിൽ വെക്കുന്ന, അല്ല നമ്മുടെ വീഡിയോയിലുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിലേക്ക് എന്ത് ചെയ്യുക, ഹായ് വിടുക അല്ലെങ്കിൽ വിളിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിവാരണം നടത്താം. എന്തായാലും ഞാൻ ഈ വാഹനത്തിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത് സുഹൃത്തുക്കളെ. ഇത് 34 ലക്ഷം രൂപയാണ് നമ്മൾ 2019 ഏറ്റവും ലോ പ്രൈസ് എന്ന് തന്നെ പറയാം. വെറും 34 ലക്ഷം രൂപയാണ് നമ്മൾ ഇതിന് ആവശ്യപ്പെടുന്നത്. മാന്യമായ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് ഈ വണ്ടിയുടെ ഡീൽ ഉറപ്പിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, ടയോട്ടയുടെ ക്രിസ്റ്റകൾ, ഫോർച്യൂണറുകൾ, ഇനോവകൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും നമ്മളെ വീഡിയോകൾ ഇനിയും വരാനുണ്ട്. നമ്മുടെ അടുത്ത് ഒരുപാട് ചെറുവണ്ടികൾ എക്സ്ചേഞ്ചിന് വരുന്ന മാരുതിയുടെ ഷിഫ്റ്റ് ഉണ്ട്, റിഡ്സ് ഉണ്ട്, അതുപോലെ ടയോട്ടയുടെ ലിവയുണ്ട്, അതുപോലെ ചവർലെറ്റിൻ്റെ വണ്ടികളുണ്ട്, ഒരുപാട് ചെറിയ വണ്ടികളുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്തായാലും ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ചെറുവണ്ടികൾ നമ്മളിപ്പോൾ VIP പിന്നെ എല്ലാവരും പരിഗണിക്കണമല്ലോ കച്ചവടത്തിൽ. ചെറിയ വാഹനം ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 1.5 ലക്ഷം രൂപയുടെ ഷിഫ്റ്റ് തൊട്ട്, അല്ല റിഡ്സ് തൊട്ട് നമ്മുടെ കയ്യിൽ ചെറുവണ്ടികൾ ഒരു 8-10 വണ്ടികൾ റെഡിയിലുണ്ട്. എന്തായാലും എന്ത് ചെയ്യുക, എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ കൂടുക. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ആളുകൾക്കും കൂടി ഒരു ഉപകാരമാവും. എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.